Hi everyone, welcome to One Stop Mathematical Solution. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സെറ്റ് എക്സാം ഫെബ്രുവരി 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ്. First question, question 73. Let f from r square to r square be defined by f of xy is equal to x plus y, x plus y. The norm f is. So നമുക്കൊരു ഫംഗ്ഷൻ f തന്നിട്ടുണ്ട്, അതിൻ്റെ നോമിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ഗിവൺ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എക്സ് പ്ലസ് വൈ. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ടു ആർ സ്ക്വയർ ആണ്. സോ ആർ സ്ക്വയറിൽ ഒരു സ്റ്റാൻഡേർഡ് ബേസിസ് എടുക്കുകയാണ്. ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ 1,0 ആൻഡ് 0,1 ആണ്. സോ ഈ എലമെൻസിൻ്റെ ഇമേജ് കണ്ടുപിടിക്കുകയാണ് അണ്ടർ എഫ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ എഫ് ഓഫ് 1,0 എന്ന് പറയുന്നത് ഈക്വൽ ടു 1 + 0, 1 + 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,1. ആൻഡ് എഫ് ഓഫ് 0,1 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 + 1, 0 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,1. ഇപ്പോൾ നമ്മൾ ഇമേജസ് കിട്ടിയതിൻ്റെ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 × 1,0 + 1 × 0,1. സിമിലർലി ഈ എലമെൻറ്റിനും എഴുതാം. ഇപ്പോൾ നമ്മൾ എഫിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എഴുതാണ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റാൻഡേർഡ് ബേസിസ് എലമെൻറ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1, 1, 1, 1. നൗ നമ്മൾ കണ്ടുപിടിക്കുന്നത് എഫ് ട്രാൻസ്പോസ് എഫിൻ്റെ മെട്രിക്സ് ആണ്. സോ എഫ് ട്രാൻസ്പോസ് എഫിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഞാനിവിടെ ഫൈനൽ ആൻസർ എഴുതിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2, 2, 2, 2. നമുക്കറിയാം നോം എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ട്രേസ് ഓഫ് എഫ് ട്രാൻസ്പോസ് എഫ്. ഇവിടെ എഫ് ട്രാൻസ്പോസ് എഫിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് എഫ് ട്രാൻസ്പോസ് എഫ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. സോ നോം എഫ് സ്ക്വയർ നമുക്ക് 4 കിട്ടിയിട്ടുണ്ട്. സോ നോം എഫ് ഇസ് ഈക്വൽ ടു 2. സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ്. Next question, question 75. Let W is equal to set of all x, y, z such that x plus y is equal to z be a subspace of a Hilbert space R3 with usual inner product. Then which of the following is in the orthogonal complement W orthogonal? സോ ഡബ്ല്യു എന്ന് പറയുന്നത് സബ്സ്പേസ് ഓഫ് R3 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഏത് ഓപ്ഷനാണ് ഡബ്ല്യു ഓർത്തോഗണലിൽ ലൈ ചെയ്യണേ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് കോൺസെപ്റ്റ് നോക്കാം. ഡബ്ല്യു എന്ന് പറയുന്നത് സബ്സ്പേസ് ഓഫ് ആർ എൻ ആണെങ്കിൽ W belongs to W orthogonal if and only if V is orthogonal to every vector in spanning set of W. So spanning സെറ്റിൽ നിന്ന് ഏതൊരു എലമെൻറ്റ് നമ്മൾ V വെച്ച് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താലും നമുക്ക് 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ V belongs to W orthogonal ആയിരിക്കും. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. Given W is equal to set of all x, y, z such that x plus y is equal to z. സോ നമുക്ക് ഏതൊരു എലമെൻ്റ് എടുത്താലും നമുക്ക് W is equal to x, y, x plus y ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പം ഞാനിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു x × 101 + y × 0,1,1 ആയിട്ട് എഴുതാം. സോ ഏതൊരു എലമെൻ്റ് എടുത്താലും നമുക്കിതിനെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് 101 ആൻഡ് 011 ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. സോ W എന്ന് പറയുന്നത് സ്പാൻ ഓഫ് 101 ആൻഡ് 011 ആണ്. സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഏത് ഓപ്ഷനാണ് W ഓർത്തോഗണൽ ലൈ ചെയ്യുക എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ സ്പാനിങ് സെറ്റിലെ എലമെൻറ്റ്സ് ഏത് ഓപ്ഷനോടാണ് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടിലും 0 കിട്ടുന്നത്, അതായിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. സോ ഇവിടെ ഞാൻ 2 ഓപ്ഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കി 2 നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1, 0, -1. സോ ഈ വെക്ടറിനെ നമ്മൾ ഈ 2 വെക്ടറിനോട് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുകയാണ്. സോ 1, 0, 1 ഡോട്ട് 1, 0, -1. സോ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സം എടുക്കുകയാണ്. സോ 1 × 1 + 0 × 0 + 1 × -1. സോ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നത്. ഫസ്റ്റ് വെക്ടറിന് കറക്റ്റാണ്. സോ സെക്കൻഡിന് 0, 1, 1 ഡോട്ട് 1, 0, -1. ഇത് 0 × 1 + 1 × 0 + 1 × -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഈ വെക്ടർ നമ്മുടെ W ഓർത്തോഗണലിൽ ഇല്ല. സോ അതേപോലെ സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. 1, 1, -1. സോ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുകയാണ് സ്പാനിങ് സെറ്റിലെ എലമെൻറ്റ്സ് വെച്ച്. സോ 1, 0, 1 × 1, 1, -1. സോ 1 × 1 + 0 × 1 + 1 × -1. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആണ്. സിമിലർലി സെക്കൻഡ്
എലമെൻറ്റ് വെച്ച് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാണ്. സോ അതിൽ നമുക്ക് 0 കിട്ടുന്നുണ്ട്. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്. Next question, question 77. Let f be a bounded linear operator on the Hilbert space C square given by f of xy is equal to x minus iy, comma x minus y. The adjoint f star is given by f star of xy is equal to. So നമുക്കൊരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ എഫ് എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അഡ്ജോയിൻറ്റ് എഫ് സ്റ്റാർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ കൊമ എക്സ് മൈനസ് വൈ തന്നുണ്ട്. സോ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ആർ സ്ക്വയറിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എലമെൻസിൻ്റെ ഇമേജ് കണ്ടുപിടിക്കുകയാണ് അണ്ടർ എഫ്. സോ ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ എഫ് ഓഫ് 1,0 എന്ന് പറയുന്നത് ഈക്വൽ ടു 1 മൈനസ് ഐ ഇൻറ്റു 0, 1 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,1 എന്ന് കിട്ടും. ആൻഡ് എഫ് ഓഫ് 0,1 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 മൈനസ് ഐ ഇൻറ്റു 1, 0 മൈനസ് 1 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ മൈനസ് 1. ഇപ്പം ഞാൻ ഈ എലമെൻസിന് ലീനിയർ കോമ്പിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ബേസിസ് എലമെൻറ്റ്സ് ഓഫ് ആർ സ്ക്വയർ എഴുതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1,0 പ്ലസ് 1 ഇൻറ്റു 0,1. സിമിലർലി ഈ എലമെൻസിന് എഴുതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു 1,0 മൈനസ് 1 ഇൻറ്റു 0,1. സോ ഇപ്പോൾ നമ്മൾ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എഴുതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഐ 1 മൈനസ് 1. സോ അഡ്ജോയിൻ്റ് ഓഫ് എഫ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഈ മെട്രിക്സിനെ ട്രാൻസ്പോസ് എടുത്തിട്ട് കോൺജുഗേറ്റ് എടുക്കുക. സോ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 1 മൈനസ് ഐ മൈനസ് 1 കിട്ടും. ആൻഡ് ഇപ്പോൾ നമ്മൾ കോൺജുഗേറ്റ് എടുക്കുകയാണ്. സോ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ നമുക്ക് എഫ് സ്റ്റാർ കിട്ടും. സോ എഫ് സ്റ്റാർ ഇസ് ഈക്വൽ ടു 1 1 ഐ മൈനസ് 1. സോ ഇൻ ടേംസ് ഓഫ് എക്സ് വൈ കിട്ടാൻ നമ്മൾ ഈ മെട്രിക്സിനെ എക്സ് വൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എഫ് സ്റ്റാർ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 1 1 ഐ മൈനസ് 1 ഇൻറ്റു എക്സ് വൈ. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് പ്ലസ് വൈ ഐ എക്സ് മൈനസ് വൈ. സോ എഫ് സ്റ്റാർ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഐ എക്സ് മൈനസ് വൈ. ഇതാണ് നമ്മുടെ അഡ്ജോയിൻറ്റ്. സോ നമുക്കിപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്. Next question, question 78. Let set of E1, E2, E3, E4 be an orthonormal set in a Hilbert space. Then which of the following are orthogonal set? നമുക്കൊരു ഓർത്തോണോമൽ സെറ്റ് തന്നിട്ടുണ്ട്. സോ തന്നിരിക്കുന്ന ഏത് ഓപ്ഷനാണ് ഓർത്തോഗണൽ സെറ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് കോൺസെപ്റ്റ്സ് നോക്കാം. Set of all u1, u2, etc. up to un is an orthonormal set if and only if ui into uj equal to 0 if I not equal to j and is equal to 1 if I equal to j. ui uj equal to 0 ആകുമ്പോൾ നമ്മൾ ui ujനെ നമ്മൾ ഓർത്തോഗണൽ എലമെൻറ്റ്സ് എന്ന് വിളിക്കും. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഗിവൺ സെറ്റ് ഓഫ് ഓൾ E1, E2, E3, E4 ആൻഡ് ഓർത്തോനോമൽ സെറ്റ്. ഇപ്പോൾ നമ്മൾ ഏത് ഓപ്ഷനാണ് ഓർത്തോഗണൽ സെറ്റ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്മൾ ഓരോ ഓപ്ഷൻ നോക്കുകയാണ്. ഫസ്റ്റ് ഓപ്ഷൻ സെറ്റ് ഓഫ് ഓൾ E1 പ്ലസ് E2, E1 മൈനസ് E2, E3, E4. സോ ഇത് ഓർത്തോഗണൽ സെറ്റാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്മൾ ചെയ്യുന്നത് ഏതൊരു 2 പെയർ ഓഫ് എലമെൻറ്റ്സ് എടുത്ത് അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താലും നമുക്ക് 0 കിട്ടുവാണെങ്കിൽ ആ സെറ്റ് നമ്മുടെ ഓർത്തോഗണലായിരിക്കും. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് 2 എലമെൻറ്റ്സ് എടുക്കുകയാണ്. E1 പ്ലസ് E2 ഡോട്ട് E1 മൈനസ് E2. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്യാണ് ബ്രാക്കറ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു E1 മൈനസ് E1 E2 പ്ലസ് E2 E1 മൈനസ് E2 E2. സോ E1 E2 E3 E4 എന്ന് പറയുന്ന ഓർത്തോനോമൽ സെറ്റാണ്. സോ E1 ഈക്വൽ ടു 1 ആയിരിക്കും. E1 E2 ഈക്വൽ ടു E2 E1 ഇസ് ഈക്വൽ ടു 0. E2 ഇൻറ്റു E2 എന്ന് പറയുന്ന വാല്യൂ 1 ആയിരിക്കും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. ഇപ്പം ഞാൻ ഫസ്റ്റും തേർഡ് എലമെൻ്റ് എടുക്കുകയാണ്. E1 പ്ലസ് E2 ഇൻറ്റു E3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു E1 ഇൻറ്റു E3 പ്ലസ് E2 ഇൻറ്റു E3. ഓർത്തോനോമൽ സെറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ 0 എന്ന് കിട്ടും. സോ ഇതേപോലെ നമ്മൾ ഏതൊരു പെയർ എടുത്താലും നമുക്ക് 0 ആണ് കിട്ടുന്നത്. ദെയർഫോർ നമ്മുടെ ഈ ഓപ്ഷൻ ഓർത്തോഗണൽ സെറ്റാണ്. ഇതേപോലെ ബാക്കി എല്ലാ ഓപ്ഷനും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വയലേറ്റ് ചെയ്യും ഏതെങ്കിലും ഒരു പെയർ ഓഫ് എലമെൻറ്റ്സ്. നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്.
Next question, question 80. Let R3 be the Hilbert space with usual inner product. Let W is equal to set of all xy0 such that xy belongs to R. Then the best approximation to 1 to 1 from W is. So നമുക്കൊരു W എന്ന് പറയുന്നത് സെറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് Wയിൽ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിൽ കോൺസെപ്റ്റ് നോക്കാം. ബെസ്റ്റ് അപ്രോക്സിമേഷൻ to a point V from W എന്ന് പറയുന്നത് സ്പാൻ ഓഫ് W1, W2 എക്സെട്ര അപ്പ് ടു WR എന്ന് പറയുന്നത് is equal to inner product V W1 divided by inner product W1 into W1 plus inner product V W2 divided by inner product W2 into W2 plus etc up to inner product V comma WR divided by inner product WR into WR. സോ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നമുക്ക് W എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ XY, 0 such that XY belongs to R എന്നുണ്ട്. സോ ഏതൊരു എലമെൻ്റ് എടുത്താലും നമുക്ക് W is equal to XY, 0 ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. സോ ദാറ്റ് is equal to X into 1, 0, plus Y into 0, 1, 0. സോ ഏതൊരു എലമെൻ്റ് എടുത്താലും നമുക്കതിനെ 1, 0, 1 ആൻഡ് 0, 1, 0 അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. സോ W എന്ന് പറയുന്നത് സ്പാൻ ഓഫ് 1, 0, 0, 0, 1, 0 എന്ന് എഴുതാം. Therefore ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു 1 to 1 ഫ്രം W ഇസ് ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് 1 to 1, 1, 0, 0 divided by inner product 1, 0, 0 into 1, 0, 0 plus inner product 1 to 1, 0, 1, 0 divided by 0, 1, 0, 0, into 0, 1, 0. സോ ഇതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കാൻ നമ്മൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സം എടുക്കുകയാണ്. സോ 1 into 1 plus 2 into 0 plus 1 into 0. ഡിനോമിനേറ്ററിൽ 1 into 1, 0 into 0 plus 0 into 0. ടോട്ടൽ കിട്ടുന്നത് നമുക്ക് 1 കോഎഫിഷ്യൻറ്റ് ഹിയർ. ഇവിടെ നമുക്ക് കോഎഫിഷ്യൻറ്റ് കിട്ടുന്നത് 2 ആണ്. സോ ഇതിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1, 2, 0. സോ ബെസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് 1, 2, 0 ആണ്. സോ ഇപ്പം നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് 1 ആണ്.